ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാൻ ഇൻട്രൊഡക്ഷൻ ഇടാൻ കാരണം ഇന്നലെ ഞാൻ എടുത്ത വീഡിയോൻ്റെ എൻഡിങ്ങിൽ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ചെറിയ അബദ്ധമല്ല, അത്യാവശ്യം വലിയ അബദ്ധമാണ്. അതായത് ചിലരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇന്നലത്തെ വീഡിയോൻ്റെ എൻഡിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ദേവഗിരി ആശ്രമത്തിലേക്കാണ് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളാണ് നാളത്തെ വീഡിയോയിൽ. സത്യത്തിൽ ദേവഗിരി ആശ്രമമായിരുന്നില്ല, ശാന്തിഗിരി ആശ്രമമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഞങ്ങളൊരു വൈകുന്നേരം കേട്ടോ ഇറങ്ങിയത് അങ്ങോട്ടേക്ക്. കാരണം അവിടുത്തെ ഈവനിങ് വൈബ് ഒരു രക്ഷയില്ല, അത്രയ്ക്ക് മനോഹര. ഇതാണ് കേട്ടോ ഈ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടുന്ന് പിന്നെ ഉള്ളോട്ട് 1 കിലോമീറ്ററോളം സഞ്ചരിച്ചാലാണ് നമ്മൾ ഈ വിശ്വജ്ഞാന മന്ദിരത്തിൻ്റെ മുൻവശത്തെത്തുള്ളൂ. ഒരു മലയുടെ മുകളിൽ, അതായത് നല്ല ഹൈറ്റിലാട്ടോ ഈ മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ്. കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ ബസാർ എന്ന സ്ഥലത്താണ് ഈ വിശ്വജ്ഞാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. നവജ്യോതി ശ്രീ കരുണാകരൻ ഗുരുവിനെയാണ് ഇവിടെ പൂജിക്കുന്നത്. അവിടേക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ ചെരുപ്പഴിച്ച് കാലുകളൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം അവിടേക്ക് പോകാൻ. അവിടേക്ക് കയറി ചെല്ലുമ്പം തന്നെ നമ്മളെ മൈൻഡ് ഒന്ന് കൂളായിരിക്കും. പിന്നെ കേൾക്കുന്നത് നമ്മൾ അവിടുത്തെ പ്രാർത്ഥനകളാട്ടോ. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജാതി മതക്കാർക്കും ഇവിടെ പ്രവേശനമുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കോഴിക്കോട് ബീച്ച്, മെഡിക്കൽ കോളേജ്, വയനാട് ചുരം എന്നിവ കാണാൻ സാധിക്കും. രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ് ഇവിടേക്ക് പ്രവേശനം. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. പിന്നീട് കുറച്ചും ദൂരം ഞങ്ങൾ ഇവരുടെ കൂടെ നടന്നിട്ടോ. ഇങ്ങനെ നടക്കുമ്പോൾ വല്ലാത്തൊരു സുഖമായിട്ടോ മനസ്സിന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.